നമ്മൾ ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ മൂർസ് ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അന്ന് നമ്മൾ ഒരു 20 വർഷം മുൻപ് അല്ലെങ്കിൽ 15 വർഷം മുൻപ് നമ്മളൊരു 125 GB ഒരു ഡിസ്ക് വാങ്ങണമെങ്കിൽ എന്ത് വില കൊടുത്തിരുന്നു? ഇന്ന് അത് തുച്ഛമായ പൈസ കിട്ടും. ടെക്നോളജി എപ്പോഴും അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കുറയുള്ളൂ. ഇത് ഒരു ടെക്നോളജി സാധനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കുറയാനേ പോകുന്നു. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ടെക്നോളജിയുടെ പുതിയ വേർഷൻസ് വരുന്നതിനനുസരിച്ച് കമ്പനികൾ അതിൽ പുതിയ റിസർച്ച് ചെയ്യുകയും പുതിയ വേർഷൻസ് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെപ്പോഴും അതിൻ്റെ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ വരെ ചെയ്യും. അവിടെ നമുക്ക് ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെടുക്കുകയാണെങ്കിൽ റോബോട്ടിക് സർജറി ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപും പിൻപും എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി തന്നെ ഇതിനെ മാറ്റിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് വളരെ 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 കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവരിതിനെ കണ്ടിരുന്നത്. അതായത് വെസ്റ്റേൺ വേൾഡിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ എത്തിത്തൊട്ട് ഇന്ത്യയിലുള്ള സർജന്മാരും ഹോസ്പിറ്റലും ഒക്കെ ഇതിനെപ്പറ്റി അവെയറാണ്. ഈ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് പല കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസും ഇതിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതൊന്നും തന്നെ രോഗിയുടെ സുരക്ഷയോ ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കമ്പനി ചില റെസ്ട്രിക്ഷൻസ് അതിൽ വെച്ചിട്ടുണ്ട്, ഈ റോബോട്ടിക് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് കമ്പനി. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കോസ്റ്റ് കുറയാൻ പറ്റാത്തത്.